ചന്ദ്രേ, സോറി. എനിക്കറിയാം സിദ്ധു എന്നെ ഇവിടെ കൊണ്ടിറക്കിയ കാര്യമൊക്കെ അവ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. ക്ഷമിക്കേ. ബാലു, ഈ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ എന്ന് അറിയാലോ. ഒരു മോളുണ്ടായിരുന്നത് ദൈവം അങ്ങ് വിളിച്ചു. എനിക്കറിയാം മീര പോയതിന്റെ ദുഃഖം ദിവസങ്ങൾ കഴിയും തോറും ബാലുവിന് കൂടിക്കൂടി വരിക. എനിക്കത് മനസ്സിലാവും. എനിക്കും അങ്ങനെ തന്നെയാ ബാലു. ഇന്നലെ ബോധമില്ലാണ്ട് മോളെക്കുറിച്ചാ പറഞ്ഞേ. ഏത് മോള്? ഏത് മോളെന്നോ? നമുക്ക് എത്ര മോളുണ്ട് ബാലു? ബാലു അപ്പോ ഇന്നലെ മീരെ കുറിച്ചല്ലേ പറഞ്ഞേ? അതെ, മീര മോളെ കുറിച്ച് തന്നെ പറഞ്ഞേ. ബാലു, ബാലു പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. എന്താ ചന്ദ്ര അങ്ങനെ ചോദിച്ചേ? ബാലു പറഞ്ഞില്ലേ 4-5 ദിവസമായി മനസ്സിന് സുഖമില്ലെന്ന്. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ബാലു ആകെ ഉലഞ്ഞിരിക്കുന്നു. ബാലു എന്താ കാര്യം? പാർട്ടി പ്രശ്നമാണോ അതോ മോളെ കുറിച്ച് ചിന്തിക്കുകയാണോ? മീരയുടെ കാര്യവും എല്ലാം കൂടി ആലോചിച്ചപ്പോഴുള്ള വിഷമം. ബാലു, ഇനി എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ദയവ് ചെയ്ത് ഒരിക്കലും കുടിക്കരുത്, പ്ലീസ്. മുമ്പും ബാലു മദ്യപിക്കും. അതിന് പക്ഷേ ഒരു രീതിയും മര്യാദയൊക്കെ ഉണ്ടായിരുന്നു. പുറത്തൊന്നും മദ്യപിച്ച് മറ്റൊരാളിന്റെ തോളിൽ തൂങ്ങി ബാലുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മദ്യപിച്ച് ലെക്ക് കെട്ട ഭർത്താവിനെ ആരെങ്കിലും വീട്ടിലെത്തിക്കുന്നത് കാണേണ്ടി വരിക. അതിലും വലിയൊരു ഗതികേട് ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവില്ല. ഇനി ആവർത്തിക്കില്ല ചന്ദ്രേ. മതി, അത് കേട്ടാ മതി. ഇനിയിപ്പോ സിദ്ധു എന്താണാവോ പ്രഭയോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാവർക്കും പറയാനും കേൾക്കാനും സന്തോഷമുള്ള വിഷയമാണല്ലോ. എന്താ ഈ കുട്ടി രാവിലെ തന്നെ? ഒറ്റയ്ക്കാണല്ലോ വരുന്നേ. എന്താ മോള് രാവിലെ തന്നെ? അത് മോൾ ഒറ്റയ്ക്ക് വന്നേ? അതെ. അത് അതിശയാണല്ലോ. ആദ്യമായിട്ടാണല്ലോ ദേവിക ഇവിടെ വരുന്നേ. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് ഇല്ല, ഇന്നലെ അങ്കിൾ അച്ഛനെ വിളിച്ചിരുന്നല്ലോ. അങ്കിളിനെ വീട്ടിൽ കൊണ്ട് വിട്ടു എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അങ്കിളിന് എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അങ്കിളിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചന്ദ്ര, ഞാൻ പറഞ്ഞില്ലേ ബാലു, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ എല്ലാവർക്കും നല്ല രസാ. അയ്യോ ആന്റി, ഞാനൊരു സ്നേഹവും ബന്ധമൊക്കെ വെച്ച് വന്നതാ. അങ്കിളിനെ ആന്റിയൊക്കെ വെറുതെ ഒന്ന് കാണാനാ. മോളെ, ഞങ്ങള് പല കാര്യങ്ങളും പറയായിരുന്നു. അതിനിടയില് ദേവിക വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ വിഷമം തോന്നി. ചന്ദ്രേ, പോട്ടെ, മോളിരിക്കെ, ഞാൻ ചായ ഇടാം. അങ്കിളിനെ കാണാനായിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്താ മോളെ? ആ തനൂജ ഞങ്ങളോട് കാണിച്ചു കൂട്ടുന്നതില് കുറച്ച് അങ്കിളും നേരിട്ട് കണ്ടതല്ലേ. അച്ഛന് നാട്ടില് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അങ്കിളിനും അറിയാം. എനിക്കെല്ലാം അറിയാം. അങ്കിള് ക്ഷമിക്കണം. ഈ രഹസ്യങ്ങളൊന്നും അച്ഛനായിട്ട് പറഞ്ഞതല്ല, ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറയിച്ചതാ.
അച്ഛൻ അന്നും ഇന്നും അങ്കിളിന് വേണ്ടി തന്നെയാ നിൽക്കുന്നത്. എനിക്കറിയാം, ഒക്കെ അറിയാം. അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്കിൾ? എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ ഒരു വലിയ ഭാരവും നെഞ്ചി ചുമന്ന് എത്ര കാലമായിട്ട് അച്ഛൻ നടക്കുക. അവിടെ അമ്മയുടെ അവസ്ഥ അങ്കിളൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ ഇത്രയും കാലം ആരെ അറിയിക്കാതെ അങ്കിളിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ആ കുഞ്ഞിനെ വളർത്തിയില്ലേ? ഇപ്പോ കാര്യങ്ങൾ അച്ഛന്റെ കയ്യിൽ നിൽക്കാതെയായി. ഇനിയും അങ്കിളല്ലേ എല്ലാത്തിനും പരിഹാരം കാണേണ്ടത്. അങ്കിളെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? തെറ്റായി എടുക്കരുത്. മീര മരിച്ചു കഴിഞ്ഞു. അതൊരു വലിയ ശൂന്യതയാ. അവിടേക്ക് ഒരു മകളായിട്ട് കണ്ട് തനൂജയെ നിർത്തിക്കൂടെ? അങ്കിളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാവർക്കും അതൊരാശ്വാസമായിരിക്കും. അങ്കിളിന്, ഞങ്ങൾക്ക്, പിന്നെ തനൂജയ്ക്ക്, എല്ലാവർക്കും നല്ലത് അതല്ലേ? ആന്റിയോട് എന്ത് പറയും, എങ്ങനെ പറയുമെന്നൊക്കെ അങ്കിളിന് തീരുമാനമാ. അതില് ഞങ്ങളാരും ഒന്നും പറയുന്നില്ല. പെട്ടെന്നൊരു തീരുമാനം വേണം. ഇനിയൊക്കെ അങ്കിള് തീരുമാനിക്കും. ഞാൻ ആന്റി ഒന്ന് കാണട്ടെ. പ്രഭ, ദേവിക ബലരാമന്റെ വീട്ടിൽ പോയത് തന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവൾ അവിടെ പോയതാണോ? ആരാ പറഞ്ഞത്? ബലരാമൻ ഇപ്പൊ വിളിച്ചിരുന്നു. ഛേ, ആരോടും പറയാതെ അങ്ങോട്ട് പോയെന്തിനാ? ഇതിപ്പോ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അറിയാതെങ്ങാനും മേരി തോമസിന്റെ പേര് പറഞ്ഞ അത് വലിയ കുഴപ്പമാവൂലോ? അതെ, കുഴപ്പാവും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലെന്നാ. പ്രഭ, താനെന്താ ഈ പറയുന്നത്? സിദ്ധു അല്ലേ എന്നോട് പറയാറുള്ളത്, ദേവിക എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയിട്ടായിരിക്കുമെന്ന്. മുമ്പ് ദേവികയെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അവള് കുടുംബത്തോട് ചേർന്ന് നിൽക്കുക. അവളെ സംശയിക്കണ്ട. അതൊക്കെ ശരി, പക്ഷേ ഇതൊരു വലിയ ഇഷ്യൂ ആ. ചന്ദ്രമതിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ തീർന്നില്ലേ? ഒന്നും അറിയാത്ത മേരി തോമസിനെ നമ്മളൊരു പ്രശ്നത്തിൽ ഇടുന്നുപോലാവില്ലേ? ബലരാമനോ മേരി തോമസോ, രണ്ടിൽ ഒരാൾ മുന്നോട്ട് വരാതെ കാര്യങ്ങളൊന്നും തീരില്ല സിദ്ധു. എന്തായാലും ദേവിക പോയിട്ടുള്ളത് സിദ്ധുവിനെ ഈ പ്രശ്നത്തിൽ നിന്നൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയാ. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവള് ചിന്തിച്ചിട്ടുണ്ടാവും. ദേവിക സിദ്ധുവിന്റെ വാക്ക് ധിക്കരിച്ച് എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബലരാമന്റെ മകളാണ് തനൂജയെന്ന് അവൾ നേരത്തെ അറിഞ്ഞിട്ടും ഞങ്ങളോട് പറഞ്ഞു. സിദ്ധു പറഞ്ഞിട്ടല്ലേ ഇവിടെ എല്ലാവരും അറിഞ്ഞത്. അതുകൊണ്ട് സിദ്ധു പേടിക്കണ്ട. മോളവിടെ ഇരിക്കെ. വേണ്ടേ, സാരമില്ല. ബാലുവിനോട് എന്താ സംസാരിച്ച്? വെറുതെ ഓരോന്ന് സംസാരിച്ചു.
സിദ്ധുവിന്റെ കാര്യത്തില് ബാലുവിന് നല്ല വിഷമമുണ്ട്. ചിലപ്പോ അതിന്റെ പ്രയാസത്തിലും കൂടിയായിരിക്കും ബാലു ഇന്നലെ മദ്യപിച്ചത്. ഞാൻ അപ്പോഴത്തെ വിഷമത്തില് മോളോട് പരിഭവിച്ച് സംസാരിച്ചു പോയി. അതൊന്നും സാരമില്ല ആന്റി. മോള് സിദ്ധുവിനെ ഒന്ന് ഉപദേശിക്കാത്ത എന്താ? എന്താ ആന്റി? അല്ല, തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ. എന്ത് തീരുമാനം? അല്ല മോളെ, പ്രഭയൊക്കെ എല്ലാം അറിഞ്ഞു, നിങ്ങളും എല്ലാം ഉൾക്കൊണ്ടും കഴിഞ്ഞു. അപ്പൊ പിന്നെ തനുജയെ അങ്ങ് അംഗീകരിച്ചൂടെ? അതിന് അച്ഛന് തനുജയായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അവള് പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെ ആവോ? ആ കുട്ടിയുടെ കാര്യം കഷ്ട. പറയുമ്പോ മോക്ക് ദേഷ്യമൊന്നും തോന്നണ്ട. എനിക്കെന്തോ തനുജയോട് ഒരു വാത്സല്യം തോന്നുക. അത് നല്ലതാ. എന്താ? അല്ല, വിഷമിച്ച് കഴിയുന്ന ഒരു പെൺകുട്ടി നമുക്കെല്ലാവർക്കും സഹതാപം തോന്നൂല്ലോ ആന്റി. എന്ന് വെച്ച് അവരെയൊക്കെ അങ്ങ് മക്കളാക്കാൻ പറ്റുമോ? തനുജയുടെ യഥാർത്ഥ അച്ഛൻ തന്നെ ഏറ്റെടുക്കണം. ദൈവത്തിന്റെ ഓരോ നിശ്ചയങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. മീരമോളെ ജീവനെ പോലെ ചേർത്ത് പിടിച്ച് വളർത്തിയവരാ ഞങ്ങള്. അവളെ കണ്ണീ ചോരയില്ലാതെ വിധി തട്ടിയെടുത്തു. ഇപ്പൊ വേറൊരു മോള് അച്ഛനും അമ്മയെ അന്വേഷിച്ച് നടക്കുന്നു. അവളെയൊട്ട് ആർക്കും വേണ്ടതാനും. വിധി എന്നൊക്കെ പറയുന്നത് ഇതാ. മീരയുടെ കൂടപ്പിറപ്പായിട്ട് വേറൊരു മക്കളും വേണ്ടെന്ന് ബാലുവാ പറഞ്ഞത്. മീരയുടെ സ്നേഹം മുറിഞ്ഞു പോകണ്ടെന്നും ഒറ്റ പുത്രി മതിയെന്നുമായിരുന്നു ബാലുവിന്. അത് തെറ്റായിപ്പോയി. കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തപ്പോ തോന്നി ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞങ്ങൾക്കൊരു മോളോ മോനോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കായിരുന്നു. ഇനിയിപ്പോ എന്താ, അങ്ങ് ജീവിച്ചു തീർക്ക, അത്ര തന്നെ. ആന്റി, ഹലോ. ഹലോ ഹലോ സർ. മേരി. സോറി, ഹെൽത്ത് മിനിസ്റ്റർ മേരി തോമസ് ആണ്. ഇന്നലെ രാത്രി ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. സംസാരിച്ചു തുടങ്ങിയപ്പോഴേ കട്ടായി. അത് മിനിസ്റ്ററെ, ഞാൻ അറിയാതെ നമ്പർ മാറി വന്ന കോളാണോ അതോ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വിളിച്ചതാണോ? അല്ല, അതറിയാൻ വേണ്ടി തിരിച്ചു വിളിച്ചതാ. ഞാനാ വിളിച്ചേ, പിന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്താണ് സർ കാര്യം? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് പിന്നെ ന്യായമായ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വഴിവിട്ട ഒന്നിനും ഇനി വയ്യ. അവസാനിപ്പിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാ വിളിച്ചേ. വ്യക്തിപരമോ? നമുക്കിടയിൽ എന്ത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഉള്ളത്? നമ്മൾ തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികളെ പോലെയല്ലേ ഇപ്പോ? അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നത് സിദ്ധാർത്ഥ് സാറും താങ്കളുമായിട്ടുള്ള ബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമാ. മറ്റെന്തെങ്കിലും ഒഫീഷ്യൽ മാറ്റർ ഉണ്ടോ സംസാരിക്കാൻ? സത്യത്തില് ഞാൻ മിനിസ്റ്ററെ വിളിച്ചത്. വേണ്ട സർ. സത്യം എന്ന വാക്കിന് ഒരു വിശ്വാസത്തിന്റെ വിലയുണ്ട്.
സത്യം ചെയ്തു കൊടുത്ത പലതും പാഴ്വാക്കിനേക്കാൾ പഴഞ്ചനാക്കിയ ആളുകളുണ്ട് എന്റെ ഹൃദയത്തിൽ. മേരി, മിനിസ്റ്റർ മേരി തോമസ്. മേരി തോമസ് എന്ന പേരിന്റെ വാല് എന്റെ അപ്പന്റേതാ. അത് മുറിച്ചു മാറ്റാൻ ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞ നല്ല ഒന്നാന്തര അപ്പന്റെ മോള് തന്നെയാ ഞാൻ എന്നാ പറഞ്ഞത്. സോറി മിനിസ്റ്ററെ. സോറി, വെറുതെ ചിരിപ്പിക്കല്ലേ സർ. എന്തായാലും ഇന്നലെ വിളിച്ചത് ഒഫീഷ്യൽ കാര്യത്തിനല്ലാന്ന് മനസ്സിലായി. ഓക്കെ. അങ്കിളെ, ആ ഞാൻ ഇറങ്ങാം. ശരി മോളെ. ഞാൻ ദേവികയോട് പറയായിരുന്നു എല്ലാവരും കൂടി സിദ്ധുവിനെ ഒന്ന് പ്രേരിപ്പിക്കാൻ, തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതെല്ലാം അവര് തീരുമാനിച്ചോളും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലാരും പ്രായപൂർത്തിയായവരാ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം, ശരിയും തെറ്റും അറിയാം. എന്താന്ന് വെച്ചാൽ അവരങ്ങ് ചെയ്യും. അതിനിടയിൽ ഓരോ ഉപദേശങ്ങളൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേനും ബാലു എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ചൂടായതൊന്നുമല്ല, ഞാനൊരു കാര്യം പറഞ്ഞതാ. ദേവിക്ക് അത് മനസ്സിലായി കാണും. ബാലു, കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കാൻ പറഞ്ഞേ ഉള്ളൂ. സിദ്ധുവിനെ കൊച്ചാക്കാനോ ആക്ഷേപിക്കാനോ അല്ല. നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ അവരുടെ കാര്യം നമ്മുടെ കാര്യം അങ്ങനെയൊന്നും നോക്കണ്ട. ഇവിടെ ആന്റി, ഒരു തർക്കം വേണ്ട. എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അച്ഛൻ നടത്തും. തനൂജയ്ക്ക് ആ കുട്ടിയുടെ അച്ഛനെ കിട്ടും. ശരി ആന്റി. അങ്കിളെ, ഞാൻ ഇറങ്ങാം. ബാലു, നമ്മള് ഏത് കാര്യത്തിലും ആവശ്യമില്ലാതെ തർക്കിക്കുകയാണല്ലോ. എന്തു പറ്റി ബാലു? നമുക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ അധികം സംസാരിക്കണ്ട. അത് സിദ്ധുവിന്റെ ആയാലും ആരുടെ ആയാലും. പോട്ടെ, അത് വിട്ടേക്ക്. അത് ദേവികയുടെ മുന്നിൽ വെച്ച് അത്ര ശബ്ദം ഉയർത്തണ്ടായിരുന്നു. എന്നെ കൊച്ചാക്കുന്ന പോലെ തോന്നി. ചന്ദ്രേ, പറഞ്ഞില്ലേ, മനസ്സ് പിടിവിട്ടു പോയി നിൽക്കുക. മോളുടെ കാര്യം അങ്ങനെ മനസ്സിട്ട് നടക്കണ്ട. നമ്മൾ അവളെക്കുറിച്ച് വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ അവൾക്ക് സങ്കടാവും. അപ്പോ ചന്ദ്രത്ത് ആരോടും പറയാതെയാണോ അവിടേക്ക് പോയത്? ആ, അനുവാദം ചോദിച്ചിട്ട് പോവാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ ഗൗരി. ചിലപ്പോ പോവണ്ടെന്ന് തന്നെ പറയും. ഇങ്ങനെ അവിടം വരെ പോയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ മോളെ?
ചന്ദ്രമതി ആന്റി വിചാരിച്ച ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാൻ 2 പേരോടും 2 രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ബലരാമൻ അങ്കിളിനോട് തനുജയെ മകളായി കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മീര ജീവിതത്തിൽ നിന്ന് പോയപ്പോ സ്വന്തം ചോരയിൽ പിറന്ന മറ്റൊരു മകൾ കടന്നു വന്നതുപോലെ കരുതണമെന്ന് പറഞ്ഞു.